ഞാൻ കൈ പിടിച്ച് ആപ്പിക്കാം രണ്ടൂടെ ജോയിന്റ് അടി എവിടെയും പോയി പാട്ടി പിന്നല്ല ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ട് കണ്ടിട്ട് ഞങ്ങൾ ജോയിന്റ് അടിക്കാൻ അതിനൊന്നും വലിയ കാര്യം നീ ചെല്ലടാ നാളെ മറ്റന്നാളെ സെറ്റാകും ചെല്ലടാ അങ്ങോട്ട്. അടിപൊളി ഉമ്മാരി ഇതൊക്കെ എങ്ങനെ എഴുതി ഉണ്ടാക്കുന്ന ഗംഭീര സാധനം ഗംഭീര സാധനം. പക്ഷെ എനിക്ക് അങ്ങോട്ട് സുഖിച്ചിട്ടില്ല അവന്മാരെ അങ്ങനെ അങ്ങോട്ട് പൊക്കി വിടണ്ട. നല്ലൊരു കമന്റ് കൊടുത്തേക്കാം. സംഭവം കൊള്ളാം, പക്ഷേ കോപ്പിയാണ് പക്ഷേ കോപ്പിയാണ്. നാണമില്ലേടാ നിനക്കൊക്കെ. വല്ല കട്ടപ്പാര ഇല്ല വല്ല കട്ട ഇട്ട പാരയും എടുത്ത് കക്കാൻ പോകും. ഓക്കെ, അത് അടിപൊളി. ഇത് വേറൊരു ചാനലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആഹാ പോട്ടങ്ങോട്ട് അങ്ങനെ വളരണ്ടേ ഉമ്മാര്. അല്ല പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം. അയ്യോ, എന്റെ ലൈക്കിന് ഇത്രയും വലിയ പടക്കോ ദൈവമേ. ഇങ്ങോട്ട് ആരാ കുറ്റിപ്പുറത്ത് മറിയ? താൻ കുറ്റിപ്പുറത്ത് മറിയുകയോ മണലിൽ കിടന്ന് ഉരുളുകയോ ചെയ്യുന്നു ഞാനല്ലോ വേണം. അതല്ല, എന്റെ പേര് മറിയ, സ്ഥലം കുറ്റിപ്പുറം. അതിന് നീയേ മറിയ അരച്ച ചമ്മന്തി എന്ന് പറയുന്ന വ്ളോഗിനെ കുറിച്ച് യൂട്യൂബ് ചാനൽ നീ കേട്ടിട്ടുണ്ടോ? മറിയ അരച്ച ഞാൻ അവർക്ക് കാണാറില്ല. കണ്ടിട്ടുണ്ട്. എന്തൊക്കെ നെഗറ്റീവ് കമന്റ് ആണോ താൻ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? വല്ല കട്ടപ്പാര എടുത്ത് കളയ്ക്കാൻ വെക്കൂടെ? നിനക്ക് എന്തിന്റെ അസുഖമാടി? നീ ഇങ്ങോട്ട് പാടി, നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാം. എന്തൊക്കെയാണോ നീ എഴുതി വെച്ചേക്കുന്നത്? അതിനിപ്പോ എന്താണ് നിങ്ങൾ ഇനി മേലിൽ എന്റെ ഈ യൂട്യൂബ് ചാനലില് നിന്റെ നെഗറ്റീവ് കമന്റ് വരരുത്. ഞാൻ എന്റെ നിലപാടാണ് പറയണത്. നമ്മളൊരു കാഴ്ച കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതി അറിയിക്കണ്ടേ? അത് ഞാൻ എഴുതി അറിയിച്ചു. അത് തന്നെ. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഉണ്ടാക്കി ഇടുന്ന, അറിയാവോ? നിനക്ക് 4 ചുവരിനകത്ത് ഇരുന്നിട്ട് സുഖമായിട്ട് അങ്ങനെ വെറുതെ ഇത് കൊള്ളത്തില്ല, നാശം ഇങ്ങനെ എഴുതുന്നത് ഒരു കാര്യമില്ല, അറിയാവോ? ഞാൻ എന്റെ നിലപാടാണ്, അത് ഞാൻ അറിയിച്ചോണ്ടിരിക്കും. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്, അതിന്റെ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. നമ്മുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുന്നത്. നിന്റെ ഓരോ അഭിപ്രായം ഇനി നടക്കത്തില്ല. എന്താണ്? എന്റെ കൂടെ വന്നേക്കുന്ന ആരെന്നറിയാമോ? ആര്? മട്ടാഞ്ചേരി ടൗണിനെ കിടുകിട വിറപ്പിക്കുന്ന മട്ടാഞ്ചേരി റാക്കുമുത്ത്. അതങ്ങനല്ല, അത് അങ്ങനെയാണ്. ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. ആരെന്നറിയാം ഈ റാക്കുമുത്ത്? ഈ റാക്കുമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മട്ടാഞ്ചേരി ടൗൺ മൊത്തം ഇങ്ങനെ പടർന്ന് കിടക്കുമല്ലേ? ഇങ്ങനെ പടർന്ന് കിടക്കാൻ അതിനെ വള്ളിപ്പയറാണോ അയാള്? നിങ്ങൾ ഇങ്ങോട്ട് പോണെന്നാ, ഇങ്ങോട്ട് വേണം. ഇങ്ങോട്ട് ആദ്യം നിന്റെ വയർ ചോക്കടാ. ഞാൻ ആരാന്ന് അറിയണോ നിനക്ക്? പെങ്കുച്ചത്തും വാ തുറക്കോടാ ഞാൻ ആരാന്ന് പറയാൻ വേണ്ടിട്ട്. അതിന്റെ ഇടയിൽ നീ എന്തിനാ കൗണ്ടർ കുത്തിക്കാൻ? ഒരു മനുഷ്യനെ അവിടെ നീ നടന്നു പോയി ഈ വയ്യാത്ത പ്രായത്തിൽ. ഞാൻ ആരാന്ന് നിനക്ക് അറിയണമെങ്കിൽ നീ കൈ പൊത്തറ, വായടക്കറ. അപ്പൊ വരാം, വായടക്കറ, കൈ കെട്ടറ, ഉണ്ടാകുന്നോണം. എങ്ങനെയാലും ഒരു പഞ്ചുണ്ടാക്കാൻ നോക്കുമ്പോ എടീ ഒരു എൻട്രി പഞ്ച് എങ്ങനെയാലും ഒന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോ അതിന്റെ അടെ ഒന്നൂടെ പറ. ഈ വന്നേക്കുന്ന ആരെന്നറിയാമോ? മട്ടാഞ്ചേരി ടൗണിനെ കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ട മട്ടാഞ്ചേരി റാക്കുമുത്ത്. ഈ ഒരു എൻട്രി പഞ്ചിടാൻ വേണ്ടിട്ടത് അത് അപ്പുറത്തെ വീട്ടിൽ എന്തോ ഭക്തിഗാനം ഇട്ടതാ. എന്തൊരു ഞാൻ മട്ടാഞ്ചേരി റാക്കുമുത്തെന്ന് പറഞ്ഞൊരു ഗുണ്ടയാണ്. പേര് കേട്ടാൽ ഇങ്ങനത്തെ ഭക്തി പറഞ്ഞിട്ടുണ്ടാണ് കയറി പറഞ്ഞത്. ചുമ്മാ മഞ്ചനെ പറ്റിക്കാനായിട്ട്. അവിടെ കിടക്കട്ടെ, നല്ല സ്റ്റൈലായിട്ടുണ്ടോ? കിടുക്കി എൻട്രി പഞ്ച് കിടുക്കി. ഇത്തിക്കര പക്കിയെ കണ്ടിട്ടുണ്ടോ? ഇത്തിക്കര പക്കിയുടെ കണ്ണിലുള്ള അത് താനാണോ ഇത്തിക്കര പക്കിയുടെ കണ്ണില് കൃഷ്ണമണി? ഇടാ കണ്ണിലുള്ളതാണല്ലെന്ന് പറഞ്ഞ പിന്നെ ആ കണ്ണിലുള്ളതാന്ന്. അതായത് ഇത്തിക്കര പക്കിയുടെ പരമ്പരയുള്ളതാ. അത് പറയാണ് വന്നപ്പോഴേ എവിടെയോ കണ്ട് എനിക്കൊരു ഓർമ്മ വന്ന്. സീരിയലൊക്കെ അഭിനയിക്കുന്ന ആളാണല്ലേ? അങ്ങനെ ആര് പറഞ്ഞു? അല്ല പരമ്പരയുള്ള സീരിയലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനില്ല.
എടാ ഇത് ഇത്തിക്കരപ്പൊക്കെ താഴ്വഴിയിലുള്ളതാണ് ഞങ്ങള്. ആഹാ മനസ്സിലായോ? അത് ഇങ്ങോട്ട് ഇതിനെ വന്ന് എന്താ അതെങ്ങനെ വന്നേ? ജയിലായി കേട്ടോ, പയ്യൻ ജയിലായി. പയ്യൻ ജയിലായി. അണ്ണാ, പുരുകം പൊക്കി ഓ പിന്നെ പോകട്ടെ. ഈ മര്യാദക്കെല്ലാം ഞാൻ വെട്ടിയാൻ കീറും പറഞ്ഞു. സംഭവം അങ്ങോട്ട് ചോദിക്കണ. ആ ഇവിടെ നമ്മുടെ ഈ ക്ലബിലെ പയ്യന്മാരെല്ലാം കൂടി ഈ വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ്. അപ്പൊ നിന്റെ വക എന്തെങ്കിലും ഒരു സംഭാവന ഒന്ന് തന്നാല്. ഞാനൊരു സംഭാവന കൊടുക്കാറില്ല. ഇനി എന്നാ വരുന്നത്? ഇനി ഒരു ദിവസം നമ്മൾ അടുത്ത ആഴ്ച ടൂർണമെന്റ് നമുക്ക് എപ്പോഴും അങ്ങനെ പിരിവിന് ഇറങ്ങാൻ ആള് കുറവാണ്. സംഭാവന ചോദിക്കാനാണോ പറഞ്ഞത്? നീ അല്ലേ പറഞ്ഞ സംഭാവന കൊണ്ട് ചോദിക്കാൻ? അതല്ലണ്ണ അണ്ണാ, ഈ മറി അരച്ച ചമ്മന്തിനെ കുറിച്ച് ചോദിക്കണ്ണ. മാറിയും തിരിഞ്ഞു അരച്ച ചമ്മന്തിക്കകത്ത് എന്തുവാടാ നീ ഇട്ട്? മാറിയും തിരിഞ്ഞു അടിച്ചല്ല, മറിയ. ആ മറിയാ? ഞാനാ മറിയ. നീ ഒന്നും അറിയാ? ആ, അതിനകത്ത് എന്തോ ഇട്ടെന്ന് അറിയത്തില്ലേ? ചമ്മന്തി അരച്ചോ? അണ്ണാ, ഈ പലതരം വെറൈറ്റി ചമ്മന്തികൾ അരച്ച് അത് യൂട്യൂബിലിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു പരിപാടിയാ എന്റേത്. അണ്ണാ, അതിനകത്ത് വന്നിട്ട് എന്തൊക്കെ കമന്റുകൾ ഇവൻ ഇടുന്നതെന്ന് അറിയാമോ? ഓ അങ്ങനെ അണ്ണാ, അത് ചോദിക്കണ്ട അങ്ങോട്ട്. നീ എന്തുവാടാ ഇട്ടേക്കുന്നേ? ചേട്ടൻ കണ്ടാ അറിയാമല്ലേ, ഷർട്ടും മുണ്ടും. സോറി കേട്ടോ, ഞാൻ അവൻ ഷർട്ടും മുണ്ടുവാ, ഞാനും അതാ. ഞാൻ അങ്ങനെ ചില അങ്ങ് ഇറങ്ങും. ഞാൻ പറയുന്ന കേൾക്കണ്ട. പിന്നെ എന്ത് വന്നു? നീ പറ. അണ്ണാ, അടിയിൽ എന്താ ഇട്ടേക്കെന്ന് ചോദിച്ചു. അടിയിൽ എന്തുവാടാ ഇട്ടേക്കുന്നേ? ചേട്ടൻ എന്താ ഇട്ടേക്കുന്നേ? ഇത് വലിയ ചോദ്യമായി പോയല്ലോ. ഇത് എന്താണ്? ഞാൻ ഇട്ടിട്ടില്ല. അത് നീ വിടുക. നീ ഇട്ടെന്റെ കാര്യം പറ. ചേട്ടൻ ഇട്ടിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ ഇടുന്നത്? എടി അവനും ഇട്ടിട്ടില്ല. എന്തോ നീ ഉദ്ദേശിക്കുന്നത്?